മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. സഖ്യത്തിൽ ചേരാനൊരുങ്ങി രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന. ചർച്ചകൾക്കായി രാജ് താക്കറെ ഡൽഹിയിലെത്തി. MNSനെ സഖ്യത്തിലെടുക്കുന്നതിനെതിരെ NDA ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് രാംദാസ് അത്തേവാൽ രംഗത്തെത്തി. നിയമസഭയിൽ ഒരു MLA ഉണ്ട്, ലോക്സഭയിൽ ഒരൊറ്റ MP പോലുമില്ല. ബാൽ താക്കറെയുടെ പിൻഗാമിയായി ഒരു കാലത്ത് പലരും കണ്ടിരുന്ന രാജ് താക്കറെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. 2009-ൽ 13 MLA-മാർ വരെ MNSനുണ്ടായിരുന്നു. പാർട്ടിയുടെ ചിഹ്നവും പതാകയുടെ നിറവും മാറ്റി പരീക്ഷണം നടത്തിയെങ്കിലും അതൊന്നും കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. NDA പാളയത്തിലെത്തി തിരിച്ചുവരവിനുള്ള വഴിവെട്ടാമെന്നാണ് രാജിന്റെ കണക്കുകൂട്ടൽ. MNSനെ ഒപ്പം കൂട്ടി മുംബൈ അടക്കം മേഖലകളിൽ നേട്ടമുണ്ടാക്കാമെന്ന് BJPയും കണക്കുകൂട്ടുന്നു. മുംബൈയിൽ ഉദ്ധവിനുള്ള മേധാവിത്വം രാജിനെ ഉപയോഗിച്ച് കുറയ്ക്കാമെന്നും BJP കരുതുന്നു. രാജ് ഠാക്കറെക്കൊപ്പം ദേവേന്ദ്ര ഫട്നാവിസും ദില്ലിയിലുണ്ട്. അമിത്ഷായുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തും. എന്നാൽ MNSന്റെ മുന്നണി പ്രവേശത്തെ എതിർത്ത് രാംദാസ് അത്താവലെ രംഗത്തെത്തി. രാജ് ഠാക്കറെ ഒപ്പം കൂട്ടേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നായിരുന്നു പ്രതികരണം. RPIക്ക് കിട്ടുന്ന അവസരങ്ങൾ കുറയുമെന്ന പേടി അത്താവലയ്ക്കുണ്ട്. 24 മുംബൈ.